ജീവന്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടിയാണോ നീ ഹരിയുടെ മുൻപിലേക്ക് പോകുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. അതമ്മയ്ക്ക് പിന്നെ മനസ്സിലാവും. നിത്യ, ഹരി, ഹരി, ഹരി ഇവിടെ. ഹരി, ഡാ ഹരി. എന്താ നിത്യ, ഞാൻ നേരത്തെ വിളിച്ചിട്ട് താനെന്താ ഫോൺ എടുക്കാത്ത? അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അനന്തൻ എന്നെ വിളിച്ചിരുന്നു. നാളെ രാവിലെ ജീവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അയാൾ എന്നോട് പറഞ്ഞു. ഹരി ഇപ്പോ ജീവനെതിരെ ഒന്നും ചെയ്യരുത്. അയാളെ വിളിച്ചത് മുടക്കണം. നമ്മൾ തമ്മിൽ അവസാനം സംസാരിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല. താനത് മറന്നുപോയോ? ഹരി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നാളെ ഇങ്ങനൊരു കാര്യം നടക്കാൻ പാടില്ല. ജീവനെതിരെ ഒരു ന്യൂസ് ഒരു ചാനലും വരരുത്. ഓ, അതുകൊണ്ടാണോ നീ അവന്റെ കൂടെ അവന്റെ വണ്ടി കയറി ഇവിടെ വന്നിറങ്ങിയത്? അവൻ എന്തു പറഞ്ഞ നിന്നെ മയക്കിയത്? അമ്മാവാ, ചിലതൊക്കെ കാണുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടാ. സുജാത വന്ന് പറഞ്ഞത് ഹരിയുടെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് നീ അവനെ തൽക്കാലം അനുസരിച്ചെന്ന. പക്ഷേ ഇപ്പൊ നീ വന്നത് അവന് വേണ്ടി സംസാരിക്കാനാ. നിത്യ, തനിക്ക് എന്താ സംഭവിച്ചത്? അല്ല, എന്താ തന്റെ ഈ മാറ്റത്തിന് കാരണം? ഹരി, ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അതിന്റെ കാരണമല്ലേ ഇവര് ചോദിക്കുന്നത്? അത് പറഞ്ഞാൽ എന്താ നിനക്ക്? നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അവന്റെ കാറിൽ കയറി വരിക, ഇപ്പൊ അവന് വേണ്ടി ഭീഷണിയോടെ സംസാരിക്കുക. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നിത്യ, താനല്ല, ഇനി വേറെ ആര് വന്ന് തടഞ്ഞാലും ജെആറിനെതിരെയുള്ള ന്യൂസ് നാളെ ടെലികാസ്റ്റ് ചെയ്യും. അത് മാറ്റിവെക്കണമെങ്കിൽ ഞാൻ ചാവണം. എന്റെ മോനെ, അവൻ തല്ലിച്ചതിൽ നിനക്ക് പരാതിയില്ല. ഇവന്റെ ഈ അവസ്ഥയില് നിനക്ക് സങ്കടവും ഇല്ല. ഇയോടെ ജീവൻ എന്തെങ്കിലും അപകടം വരുന്നതിലാണ് നിനക്കിപ്പോ പ്രാധാന്യം അല്ലേ? നിങ്ങൾക്ക് ആർക്കും എന്താ ഞാൻ പറയുന്നത് വിശ്വാസം വരാത്തത്? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷിക്കുന്നത് ഒരു താലി സംരക്ഷിക്കാൻ വേണ്ടിയാ. അതെനിക്ക് വിലപ്പെട്ടതാ. മധുര നൊമ്പരക്കാറ്റ്